നമസ്കാരം, ഐസുക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചേട്ടനെ കാണാനും ചേട്ടൻ നിർമ്മിച്ചിരിക്കുന്ന കുറച്ച് വ്യത്യസ്തമായ കസേരകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ആ ചേട്ടനും ആ കസേരയും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് നോക്കിയോ, ഇതാണ് ആ ചേട്ടൻ. ഇനി നേരെ ചേട്ടാ, എന്താ പേര്? ദിവാകരൻ ചേട്ടൻ. 100 കൊല്ലത്തിനപ്പുറമുള്ള പാരമ്പര്യമായിട്ടുള്ള ആശാരി. അത് ശരി. അപ്പനപ്പന്മാരുമായിട്ട് കാലത്തുള്ള സാധനം ഇത്. അത് ശരി. അപ്പൊ നമ്മള് ഈ കസേര ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതിന് ശരിക്കും എന്താ പേര് പറയുന്നത്? ഈ കസേര ഈസി ചെയർ. പഴയകാല തറവാടുള്ള മൂപ്പിലാമാര് കിടക്കുന്ന സാധനം. നല്ല അമ്മമാരൊക്കെ കിടക്കുന്ന സാധനം. നല്ല ഒന്ന് കിടന്ന് കാണിക്കാമോ? ഇതിൽ തന്നെ കിടക്കണം. നല്ല കസേരയിൽ തന്നെ. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല വിശാലമായിട്ട് കാരൊക്കെ കയറ്റി വെച്ച് ഒരു ചെറു കാറ്റൊക്കെ ഇത് അടിപൊളിക്കകത്ത് അങ്ങേറ്റ പൊളിയുണ്ടോ? മേശിരിയാ കിടക്കുന്നതെന്ന് പറ. ഇതാണ് ഇതുപോലെ കാലൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു ഉച്ചമയൊക്കെ ഉറക്കം ഏറ്റവും ഫസ്റ്റ് ആയുർവേദ വൈദ്യര്. ആയുർവേദ വൈദ്യരാണ് പണ്ടത്തെ. കട്ടലിനും നീര് വരത്തില്ല. ഈ കസേര എന്ന് പറയുന്നത് ഒരു ആയുർവേദ വൈദ്യരാണ്. ശരീരത്തിന് അവയവങ്ങൾ കയ്യും കാലും എല്ലാ ജേപ്പെല്ലാം വെച്ചാൽ ശ്വാസം മുട്ടത്തില്ല. അത്ര ക്ലിയർ സാധനം. നല്ല ക്ലിയർ ആയിട്ട് ആയിരക്കണക്കിന് വിറ്റടിക്കുന്ന സാധനം. ഇവിടെ 100 സ്വീകരി കഴിക്കുന്ന സാധനം. ഇന്നിപ്പോ ഇത് പോകും ചിലപ്പോ ഒത്തിരി കഴിയും. മകള് ഇപ്പൊ ഇന്നലെയൊക്കെ സേൽസിനുള്ള സംഭവം. ഇതാണ് ഇതിന്റെ നിർമ്മാണം. അപ്പൊ ഇത് സാധാരണ എല്ലാവരും ഇത് ഉണ്ടാക്കത്തില്ല. എല്ലാവരും ഇത് പറ്റത്തില്ല. അവർ പണിഞ്ഞ കൊള്ളത്തില്ല. അവർ പണിഞ്ഞ അവർക്ക് ഇതിന്റെ പണി അറിയാൻ വയ്യ. ഇതിന്റെ പ്രത്യേക കണക്കം കഴിഞ്ഞ് വേണം. യൂട്യൂബിലൊന്നും കണ്ടിത് പണിഞ്ഞാൽ ശരിയാവത്തില്ല. യൂട്യൂബിൽ കണ്ട് പണിഞ്ഞാൽ ആശുപത്രി കിടക്കാനേ സമയം കാണും. കസേര മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തട്ടിന് മണി വിടണം. ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. ഇത് മേടിച്ചാൽ അടിപൊളിയായിട്ട് കിടന്ന് ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കം പേര്. ഇത് ഉറക്കം തൂങ്ങിയെന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. അത് ശരി. ഉറങ്ങാൻ വേണ്ടിയുള്ള ഉറങ്ങാനും സുഖം. ഒരു കട്ടിലൊക്കെ നമ്മള് പരിക്കകത്ത് എടുത്തോണ്ടിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിലൊക്കെ ഇട്ട് മരത്തിന്റെ മുകളിൽ എടുത്തോണ്ട് ഇങ്ങനെ കിടന്ന് മുറ്റത്തൊക്കെ ഇട്ട് ഒരു മാവിന്റെ പേപ്പറും ഒക്കെ വായിച്ച് കിടന്ന് ഉറങ്ങാം. അതിനുള്ളൊരു ചെയറാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ഈ സ്ഥലപ്പേരെന്ന് പറഞ്ഞത്? സ്ഥലപ്പേരെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ പിന്നെ ഒറ്റത്തങ്ങ് ജംഗ്ഷൻ. നമ്മുടെ അഞ്ചല് ഒറ്റത്തങ്ങ് എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഇത് ചോദിക്കട്ടെ, ഇത് ഏത് തടിയിലാണ്? പ്ലാവ്. ഏറ്റവും നല്ല തടി എന്ന് പറഞ്ഞാൽ ലോകത്ത് തടിയുള്ളത് പ്ലാവാണ് ഏറ്റവും ഫസ്റ്റ്. അപ്പൊ ഇതിന്റെ ഈ പഴയ മോഡലിലുള്ള ആണി സിസ്റ്റംസ്. ഇത് പണ്ടത്തെ പണി. അപ്പൊ നമുക്ക് ഇതൊന്ന് മടക്കി കാണിക്കാമോ? മടക്കാൻ ഇത് മടക്കണ്ട, ഇതും മടക്കാൻ. ഞാൻ കിടക്കുന്ന ഇത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ ആ കസേര കാണിക്കോ? ഇതെവിടെയും കൊണ്ടുപോവാം. എവിടെയും കൊണ്ടുപോവാം. ഒരു കാറിനകത്തൊക്കെ വേണമെങ്കിൽ എടുത്ത് വെച്ച് ഡിക്കിക്കകത്ത് കാറിനകത്തല്ല എന്തെങ്കിലും കൊണ്ടുപോവാം. എങ്ങനെ കൊണ്ടുപോവാം? റൂട്ടിലാ കൊണ്ടുപോകുന്നു. അത് ശരി. സെഞ്ചുറി ഇവിടെ സെഞ്ചുറി കഴിഞ്ഞ് 100 കഴിഞ്ഞ് 100 കണക്കിന് കസേര 100 കൂടെ കഴിഞ്ഞ് ജോലി. അത് ശരി. ഞാൻ പറഞ്ഞ വീടാ ഇല്ല ഇരിക്കുന്നത്. അവിടെ വീടൊക്കെ പണിഞ്ഞിരിക്കുകയാണ്. അത് ശരി. അത് ഞാനും പുള്ളിയുടെ വീട്. അത് ശരി. ഇവിടെ ഇത് മാത്രമല്ല, ഈ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുന്താലിക്കൈ സാധനങ്ങൾ. ഈ ഇങ്ങനത്തുള്ള മണ്ടാലി കൈയും കാര്യങ്ങളും ഒക്കെ നമ്മള് പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല, ഇവിടെ ഈ ഇതെന്ന് പറയുന്ന സാധനം പാരമ്പര്യമായിട്ട് നിരന്തല്ലി എന്ന് പറയും. പണ്ട് അപ്പന്മാരൊക്കെ ഏതോ കൊച്ചു പിള്ളേർക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള ബാറ്റാണ് ഇത്. സംഭവം അറിയോ? ഇത് തൊഴിലുറപ്പുകാരുടെ പുതിയൊരു ഉപകരണം. അതാണ് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അടിക്കാം. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും തൊഴിലുറപ്പുകാർ കയ്യാല കോരും. ഈ കയ്യാല കോരുമ്പോൾ ഇതിനകത്തോട്ട് ശകലം വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ തട്ടാം. പിന്നെ വേറെ ഒരു ഉപകരണമുണ്ട് ഈ ചേച്ചിമാർക്ക്. വീട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ചേട്ടന്മാരെ മുഴുവത്തടിക്കാനും ഇത് നല്ലതാ. ചേച്ചിമാർക്ക് അവിടെ കുഴപ്പമുണ്ടാക്കുന്നവരെ മണ്ട അടിച്ച് കയറാ. ഇത് ഫസ്റ്റാ. അതെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ കുനിച്ചങ്ങോട്ട് ഇത് ഇവിടെ കിട്ടൂ. വേറെ ഇല്ല, സാധനം ഇല്ല, വേറെ ഇല്ല. പണ്ടത്തെ മൂപ്പിലാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത് സംഭവം ഞാൻ നിർമ്മിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊന്നും അല്ല സംഭവങ്ങളാണ്. സൈബോർഡ്, മേശ, ഇവിടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒന്നും ഇരിക്കും. സർവ്വസാധനം കിട്ടൂല. പഴയകാല ഫർണിച്ചർ, അടമല, ഉളക്ക, തവി ഇവിടെ പണ്ടത്തെ തലമുറ തിരിച്ചു വരണം. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അടവല എന്ന് പറഞ്ഞാൽ അറിയാമോ?
നമ്മുടെ അരി കുറ്റുന്ന പലക പണ്ടത്തെ അത് നമ്മള് തിരിച്ചു വരണം. ഇപ്പോഴത്തെ അടുക്കള കയറുന്ന പെൺപിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് അളവലാന്ന് പറഞ്ഞൊരു പരിഗണന പറയും. പണ്ടത്തെ തട്ടങ്ങളിലൊക്കെ പൈസ പണപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മള് പണപ്പെട്ടിയൊക്കെ ആവശ്യമാണ്. അയാൾക്ക് പണപ്പെട്ടി എനിക്ക് തന്നെ പണപ്പെട്ടി തന്നെ ഒരുപാട് കാശൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ? ഒരുപാട് പൈസ അപ്പോഴെപ്പോഴും വിൽക്കുക, അപ്പോഴെപ്പോഴും ചിലവാക്കുക. നമ്മുടെ വലയമാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധം. അത് ശരി. സുഹൃത്തുക്കൾക്ക് ഒരുപാടുണ്ട്. സുഹൃത്തുക്കളെ ലക്ഷക്കണക്കിന്. അത് ശരി. അപ്പൊ ആ ഒരു ഞാൻ തിരുവനന്തപുരത്ത് 12 വർഷം താമസിച്ചാണ്. വേറൂക്കടെ. അത് ശരി. ഞാൻ ശ്രീരമണാണ് നിന്നതാണ്. അവിടെ ലോട്ടേഴ്സ് മെഡിക്കൽ സ്റ്റോറിന്റെ അവിടെ നിന്ന് പേരുകൂടെ വന്നിടത്ത് ഞാൻ താമസിച്ചിരുന്ന നെടുമങ്ങാട്ടോട്ട് പോകുന്നിടത്താണ്. അത് ശരി. അതിന് പൈറ്റ് വെച്ചാൽ ഈ പൈറ്റ്. അപ്പൊ എന്തായാലും ചേട്ടന്റെ ഈ ഒരു കസേര പിന്നെ ഇതിന് നമ്മൾ ചോദിക്കട്ടെ, ഇതിന്റെ വില എത്രയാണ്? ഇത് 4500 രൂപ. 7500 രൂപ വെളിയിൽ കൊടുക്കണം. വേണം ഇവിടെ കൊടുക്കുന്നതാ. 4500 രൂപ ഇതേപോലെ പണത്തിൽ കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഇത് നല്ല ഏതാ തടിയാണ്? പ്ലാൻ തടി. നല്ല കാതലുള്ള പ്ലാൻ തടിയില് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ സാധനം കാലൊക്കെ കയറ്റി. ഇത് വെറും 4500 രൂപയ്ക്ക് ഈ ചേട്ടൻ പണി. ഇത് ഇനി നമ്മൾ കൊടുക്കുമ്പോൾ ഇത് പോളിഷ് ചെയ്തിട്ടാണോ? പോളിഷ് ഇല്ല. പോളിഷ് ഇല്ല. പോളിഷ് നല്ല കല്ലറടി പോളിഷ് ചെയ്തില്ല. പോളിഷ് ചെയ്ത് കൊടുക്കാം. പോളിഷ് ചെയ്താൽ 4000 രൂപയ്ക്ക് കൊടുക്കാം. പക്ഷേ വെള്ളമാണ്. അതാണ് അതൊരു നല്ലൊരു ആശയം കേട്ടോ. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മായം ഉണ്ടായിരിക്കും എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം പോളിഷ് ചെയ്യാതെ നല്ല തടിയാണെങ്കിൽ 500 രൂപ അദ്ദേഹം കൊടുത്താലും നല്ല സൂപ്പർ സാധനം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരുന്നില്ല. നല്ല വിശാലമായിട്ട് നല്ല ഇത് എത്ര കൊല്ലം പഴക്കമുണ്ട്? 10 കൊല്ലം കഴിഞ്ഞ സാധനം. അതിനായിട്ട് അത് ഇതിന് കനമാണ്. അപ്പം ഇതിനകത്ത് ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. ഇവിടെ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ക്ലോത്ത് മാത്രം നമ്മൾ ഇടയ്ക്ക് മാറണം. അത് വേണമെങ്കിൽ മാറാം. ഇത് നല്ല കട്ടിയുള്ളൊരു ക്ലോത്ത്. ഇത് ഈ ക്ലോത്തിന് വേറെ ഇത് നെയ്ത്ത് ക്ലോത്ത് ഇല്ല. പിന്നെ നമ്മുടെ നെയ്ത്ത് സ്ഥലം നല്ല കട്ടിയുള്ളത്. ഒരു എത്ര കിലോ വെയിറ്റ് ഉള്ളവർക്ക് വരെ കിടക്കാം. ഭാരമൊന്നും പ്രശ്നമില്ല. അങ്ങനെയാണ് ഇതിന്റെ അവിടുന്ന് മേലോട്ട് പിടിക്കും, ഇവിടുന്ന് മേലോട്ട് പിടിക്കും. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. പഴയകാല ഫർണിച്ചറുകൾക്കൊക്കെ അതിൻ്റെതായ ഒരു ചാരുത ഇപ്പോഴും ഉണ്ട്. കൊട്ടാരക്കരെ കൊണ്ടുപോയി. ഇനിയിപ്പോ 2 തുണിയിട്ടതാ. നാളെ ഇത് പോയിരിക്കും. നാളെ ഇത് പോവാ. പിന്നെ ഇത് ആവശ്യക്കാർ കിടക്കില്ല. ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. നമ്മുടെ പഴമ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. വേണ്ടുന്നു പഴമ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അപ്പം ഈ ഇത്തരം സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ചേട്ടനെ ബന്ധപ്പെടാം. കിട്ടാൻ മാർഗമില്ല, പണിയാൻ അറിയാവുന്നവരില്ല. അതിന്റെ പ്രധാന പ്രശ്നം അത് തന്നെ. ഈ ഇതിന്റെ ടെക്നിക്ക് അറിയാവുന്ന ആളുകൾ യൂട്യൂബിൽ കണ്ടു പണിഞ്ഞാൽ യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നാ ചേട്ടൻ പറയുന്നത്. യൂട്യൂബിൽ കണ്ടു പണിഞ്ഞാൽ ഇതിന്റെ കണക്കെങ്ങനെ അറിയാം? ഞങ്ങൾ പണ്ട് പാരമ്പര്യമായിട്ട് അമ്പലമൊക്കെ പണിയുന്ന ആചാര്യമാരെ മക്കളൊക്കെയുണ്ട്. അപ്പൊ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ആചാര്യ പണിയായിരുന്നല്ലേ? ആചാര്യമാരായ ഞങ്ങൾ. അപ്പൊ അതിന്റേതായ വാസന ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പണിയിൽ നമ്മള് വില്ലന്മാരാണ്. അത് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ അഗ്രഗണ്യനാണ് ചേട്ടൻ. അപ്പൊ ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ചേട്ടൻ എവിടെ വരേണ്ടത്? ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലം ഒറ്റത്തെങ്ങ് അഞ്ചൽ ഒറ്റത്തെങ്ങിലാണ് ചേട്ടന്റെ പേരൊന്നും പറഞ്ഞത്. ദിവാകര മേശയുടെ അഞ്ചലുള്ള ഒറ്റത്തെങ്ങിലുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പഴമയിലുള്ള ഒരുപാട് ചരിതയിലുള്ള കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. എന്താ? അതുകൊണ്ട് കേട്ടോ, പുസ്തക പലക വരെ ഉണ്ട്. അപ്പം എന്തായാലും ഈ വെറൈറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.